നമസ്കാരം. ഒരു മൂവി റിവ്യൂ ചെയ്ത് ഏറിക്കേറി ബഹിരാകാശം വരെ ചെന്ന് തൊട്ടേക്കാണ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല, അത് നല്ല കാര്യമാണ്, അതിനകത്ത് ഇടപെടാൻ ആർക്കും അവകാശമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ ഈ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നതിനെ ദുരുപയോഗം ചെയ്യാറുണ്ട്. മനഃപൂർവ്വം അനാവശ്യമായിട്ട് ഒരു വ്യക്തിയെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് കാണിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ വെഞ്ചൻസ് ഉണ്ടെങ്കിൽ അത് തീർക്കാനോ ഒക്കെ തന്നെ ഈ പേഴ്സണൽ ഒപ്പീനിയൻ അവർ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ തന്നെ സീക്രട്ട് ഏജന്റിന്റെ കാര്യം എടുക്കാം. മാർക്കോ എന്ന് പറയുന്ന സിനിമ റിലീസായ സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം അതിന്റെ റിവ്യൂ ഇട്ടത് സീക്രട്ട് ഏജന്റ് ആണ്. 21 മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ റിവ്യൂ ചെയ്യാതെ ഇരിക്കാമായിരുന്നു. പുള്ളി ആ റിവ്യൂ ചെയ്തത് എന്തുകൊണ്ടാണ്? ആ സബ്ജക്റ്റിന്റെ വ്യൂവർഷിപ്പ് വാല്യൂ പുള്ളിക്കാരന് വേണം. നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റ് ഒരു 2 ആഴ്ചയായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസിനൊന്നും തന്നെ അത്യാവശ്യം നല്ല വ്യൂസ് ഒന്നുമില്ല. 1 ലക്ഷം വ്യൂസ് ഒക്കെ തന്നെ ചുരുക്കമാണ്. പക്ഷേ ഈ ഒരു വീഡിയോയുടെ വ്യൂ എന്ന് പറയുന്നത് 5 ലക്ഷം കടന്നു. അതാണ്ട് 6800 കമന്റുകളോളം ഉണ്ട് ആ ഒരു വീഡിയോയ്ക്ക്. പക്ഷേ ഈ 6800 കമന്റും സീക്രട്ട് ഏജന്റിന്റെ നെഗറ്റീവായിട്ടാണ് എഴുതിയിട്ടേക്കുന്നത്. മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് പോസിറ്റീവായിട്ടാണ് ഈ കമന്റുകളൊക്കെ തന്നെ റെസ്പോണ്ട് ചെയ്തത്. പക്ഷെ സീക്രട്ട് ഏജന്റ് ഈ റിവ്യൂവിനകത്ത് എന്തുവാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പോർഷനിൽ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ ആ പോർഷൻ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തേക്കാണ്. പുള്ളിക്ക് അങ്ങ് പോസിറ്റീവ് പറയാൻ വയ്യ. ഇപ്പൊ പോസിറ്റീവ് പറയാനും വയ്യ, കുറച്ച് അസൂയയും ഉണ്ട്, ഉണ്ണിമുകുന്ദനോട് കുറച്ച് പേഴ്സണൽ ഒരു ഗഡ്ജുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് അതിനകത്ത് റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. അപ്പൊ എന്തിനാ ഇങ്ങനെ മനഃപൂർവ്വം ഒരാൾക്ക് നേരെയുള്ള പേഴ്സണൽ ഗഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പേഴ്സണൽ ഒപ്പീനിയൻ ഉപയോഗിക്കുന്നത്? അത് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇപ്പൊ തന്നെ നമുക്ക് ചില സമയത്ത് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോകാറുണ്ട്. അത് മനഃപൂർവ്വമല്ല. ചില കാര്യങ്ങളുടെ സ്റ്റോറിയെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കേട്ട സ്റ്റോറി വെച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ സ്റ്റോറിയുടെ ഒരു മറുവശം ഉണ്ടായിരിക്കുമല്ലോ. ആ മറുവശം റിവീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞത് തെറ്റായിപ്പോയി, നമ്മുടെ പേഴ്സ്പെക്റ്റീവ് തെറ്റായിപ്പോയി. അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് മനഃപൂർവ്വമല്ല, അറിയാതെ സംഭവിക്കുന്നതാണ്. പക്ഷെ ഇവിടെ സീക്രട്ട് ഏജന്റ് രണ്ടാമതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. PR ടീംസ് ഒക്കെ എന്നെ എടുത്തിട്ട് അലക്കുവാണ് എന്നും പറഞ്ഞുകൊണ്ട്. ആ വീഡിയോയ്ക്കകത്ത് സീക്രട്ട് ഏജന്റ് പറയുന്നത്, ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ, നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത്, എൻ്റെ പേഴ്സ്പെക്റ്റീവ് അല്ലേ. നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ചിലപ്പോൾ തെറ്റാറുമുണ്ട്, ശരിയാകാറുമുണ്ട്. പക്ഷെ മനഃപൂർവ്വം നമ്മുടെ പേഴ്സ്പെക്റ്റീവിനെ എടുത്ത് ഉപയോഗിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. നമ്മുടെ മലയാളത്തിൽ ഈ ഒരു ജോണറിലുള്ള സിനിമ എന്ന് പറയുന്നത് വളരെ റെയറാണ്. നമ്മൾ മലയാളികൾ ഇപ്പം സിനിമയുടെ കാര്യത്തിൽ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ജോണറിലുള്ള സിനിമകളൊക്കെ തന്നെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറീസും വെറൈറ്റി ആയിട്ടുള്ള പ്ലോട്ടും എല്ലാം ഇപ്പം മലയാളത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ സിനിമയെ കുറിച്ചിട്ട് അധികം സംസാരിക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആ സിനിമയെ കുറിച്ച് സംസാരിക്കാത്തത്. പക്ഷെ സീക്രട്ട് ഏജന്റിന്റെ റിവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പുള്ളി മനഃപൂർവ്വം അനാവശ്യമായിട്ട് നെഗറ്റീവ് പറഞ്ഞേക്കാണ്. എന്തിനാ ഇങ്ങനെ പറയുന്നത്? നമ്മൾക്ക് ഇപ്പോൾ ആ സിനിമ എന്ന് പറയുമ്പോൾ എത്ര ലക്ഷം രൂപ ചിലവാക്കിയിട്ടായിരിക്കും ആ സിനിമ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ മനഃപൂർവ്വം ഒരാളോടുള്ള ദേഷ്യം വെച്ചുകൊണ്ട് ആ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് ശരിയല്ല. നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ കണ്ടിറങ്ങിയ 99.9% ആൾക്കാരും അതിനെക്കുറിച്ച് പോസിറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന് ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞു പിള്ളേർക്കൊന്നും പോയി കാണാൻ പറ്റുന്ന സിനിമയല്ല, വയലൻസ് ആണ് ആ സിനിമയ്ക്കകത്ത് മുഴുവനും. അതുകൂടാതെ തന്നെ പിന്നെ പ്രായമായവർക്കും ഫാമിലി ആയിട്ടൊന്നും പോയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയല്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതുകൂടാതെ തന്നെ വലിയ സ്റ്റോറി ഒന്നുമുള്ള സിനിമയല്ലെന്നാണ് ഞാൻ ചോദിച്ചവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അടിപൊളി മൂവിയാണ്. മലയാളത്തിൽ ഇതുപോലെയുള്ളൊരു വേറിട്ട എക്സ്പീരിയൻസ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാ ആൾക്കാരും പറയുന്നത്. ഇനി ഈ വീഡിയോ കാണുന്നവർക്ക് ചില ആൾക്കാർക്ക് സംശയം തോന്നും, ഞാൻ വല്ല PR ടീമോ വല്ലോ ആണോ എന്ന്. ഞാൻ ആരുടെയും PR ടീമും അല്ല, ഫാനും അല്ല, ഉണ്ണിമുകുന്ദന്റെ ഫാനും അല്ല. പക്ഷേ മനഃപൂർവ്വം ഒരാളെ കരിവാരി തേച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും. നമുക്ക് അതിനകത്ത് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ ഉണ്ണിമുകുന്ദന് പൊളിറ്റിക്കലി പല വ്യൂ പോയിന്റ് ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന് പേഴ്സണൽ ലൈഫ് വേറെ കാര്യങ്ങളായിരിക്കും. പക്ഷേ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലേ? അത് മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്.
അദ്ദേഹം മലയാളികൾക്ക് വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നു. ഇതുവരെ നമ്മുടെ മലയാളത്തിൽ ട്രൈ ചെയ്യാത്തൊരു ജോണർ. അപ്പം അത് കാണുന്ന സമയത്ത് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മലയാള സിനിമ എപ്പോഴും വളർന്ന് പന്തലിച്ച് വലിയൊരു ഇതൊക്കെ ആയി മാറുന്നത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ, സന്തോഷമല്ലേ. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. ഈ പറയത്തില്ലേ, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതെ ഇരിക്കുക എന്നുള്ളൊരു പഴഞ്ചൊല്ല് പറയും. അതേപോലെ നമുക്ക് ഒരാളോട് പേഴ്സണലായിട്ട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിണ്ടാതെ ഇരിക്കാം. ഇത് മനഃപൂർവ്വം പേഴ്സണൽ ഒപ്പീനിയൻ എടുത്ത് ഉപയോഗിക്കുന്നത് വളരെ മോശമാണ്. ഇപ്പൊ സീക്രട്ട് ഏജന്റിനെ പോലെയുള്ള ഒരു യൂട്യൂബറെ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്, ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉള്ള അതാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന വാല്യുബിൾ ഒപ്പീനിയൻ സത്യമാണ് എന്ന് വിചാരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ ആ സബ്സ്ക്രൈബേഴ്സ് എന്തുമായിരിക്കും വിചാരിക്കുന്നത്? ആ സിനിമ കൊള്ളത്തില്ല, ഇനി ഇപ്പൊ കാണണ്ട, അങ്ങനെ ആയിരിക്കത്തില്ലേ വിചാരിക്കുന്നത്. അപ്പൊ ഇത്രയധികം മുതൽ മുടക്കിൽ ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയോടും അത്രയും ആൾക്കാരുടെ ആ ക്രൂ മെമ്പേഴ്സിനോട് തന്നെ ചെയ്യുന്ന ഒരു ചതിയാണ്. നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നെഗറ്റീവ് പറയാം. പക്ഷേ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിഴിച്ച് മനഃപൂർവ്വം നെഗറ്റീവ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാവും. അത് സീക്രട്ട് ഏജന്റിന്റെ ആ കമന്റ് സെക്ഷൻ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. 6300 800 സഹിതം കമന്റുകളുണ്ട്. ആ കമന്റ് മുഴുവൻ അയാളോട് നെഗറ്റീവായിട്ടാണ് ഇട്ടേക്കുന്നത്. മാർക്കോ സിനിമയ്ക്ക് പോസിറ്റീവ് കമന്റ് ആണ് കൊടുത്തേക്കുന്നത് എല്ലാവരും. ഇപ്പൊ എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവരൊക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു റിവ്യൂ ആണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ സംസാരിക്കാം, പക്ഷെ ഉള്ളതായിരിക്കണം സംസാരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. യൂട്യൂബിലായിക്കോട്ടെ, ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പേഴ്സണൽ ഒപ്പീനിയൻ ഒക്കെ പറയുമ്പോൾ, പേഴ്സ്പെക്റ്റീവ് പറയുമ്പോൾ മാക്സിമം അത് ശരിയായിരിക്കണം. അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്ക് തെറ്റ് പറ്റും, നമ്മളും മനുഷ്യരാണ്. പക്ഷേ മനഃപൂർവ്വം തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് ശരിയല്ല. മനഃപൂർവ്വം ഉണ്ടാക്കുന്ന തെറ്റുകളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഉണ്ണിമുകുന്ദനോട് സീക്രട്ട് ഏജന്റിന്റെ ചെറിയ പേഴ്സണലായിട്ടുള്ള വൈരാഗ്യം ഉണ്ടെന്നുള്ളത് കുറേ ആൾക്കാർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതും വെച്ചിട്ട് ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ആരും സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ ആ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം PR ടീംസ് ഒക്കെ എടുത്തിട്ട് അലക്കിയ സമയത്ത് PR ടീംസ് അല്ല, എനിക്ക് തോന്നുന്നു ഈ സീക്രട്ട് ഏജന്റിനെ ട്രോൾ ചെയ്തും സീക്രട്ട് ഏജന്റിനെതിരെ കമന്റ് ഇട്ടവർ മുഴുവനായിട്ടും PR ടീംസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാൻസും അല്ല, ആ മൂവി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുള്ളവരാണ് ഈ സീക്രട്ട് ഏജന്റിനെ എടുത്തിട്ട് അലക്കിയേക്കുന്നത്, ട്രോൾ ചെയ്യിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി പുള്ളി പേഴ്സണൽ വെഞ്ചൻസ് വെച്ചിട്ടാണ് ആ സിനിമയുടെ റിവ്യൂ ചെയ്തതെന്ന്. ഇനിയിപ്പോ കിടന്ന് ഉരുണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഏതായാലും മറ്റുള്ളവരും കൂടി ശ്രദ്ധിക്കാനാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ നമുക്ക് സംസാരിക്കാം, ഒരു തെറ്റുമില്ല. പക്ഷെ മനഃപൂർവ്വം മറ്റൊരാളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടും തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടും നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് പാടില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം, നമുക്ക് തോന്നിയ കാര്യവും നമുക്ക് പറയാം. പക്ഷെ മനഃപൂർവ്വം നെഗറ്റീവ് പറയാൻ പാടില്ല.